ഈ ഭവനരഹിതനായ മനുഷ്യൻ ആരുമില്ലാത്ത വീടുകൾ കാണുമ്പോൾ ഒളിച്ചും പാത്തും അകത്ത് കയറുകയും അവിടുത്തെ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുകയും കുളിക്കുകയും സുഖിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വീട്ടുടമസ്ഥൻ തിരിച്ചുവന്നതായി അറിയുമ്പോൾ അയാൾ ഉടൻ തന്നെ ജനലിലൂടെ ചാടി ഓടിപ്പോകും. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവൻ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് അയാൾ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തീർത്തും മോശമായ അവസ്ഥയിലുള്ളതും ആരുമില്ലാത്തതുമായ ഒരു കാർ അയാൾ കണ്ടു. ആരെങ്കിലും ഉപേക്ഷിച്ചുപോയ ഒരു പാഴ്വസ്തു പോലെ. എന്നാൽ ഡുവൈറ്റിന് സന്തോഷമായി. കാരണം അവനൊരു താമസസ്ഥലം ലഭിച്ചു. അയാൾ ആ കാറിനുള്ളിൽ താമസിക്കാൻ തുടങ്ങി. വൈകുന്നേരം അയാൾ പലയിടത്തുനിന്നും ഭക്ഷണം ഒപ്പിച്ചു. എന്നിട്ട് കാറിൽ തിരിച്ചെത്തി കുറച്ച് പുസ്തകങ്ങൾ വായിച്ചുറങ്ങി. ഈ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലാത്തതുപോലെ തോന്നാമെങ്കിലും കഴിഞ്ഞ 20 വർഷമായി അയാൾ ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. സ്വന്തം കൈകളാൽ അവനെ കൊല്ലാൻ വേണ്ടി മാത്രം. 20 വർഷം മുമ്പ് ഡുവൈറ്റിന്റെ മാതാപിതാക്കളെ കൊന്നത് വെയിറ്റായിരുന്നു. വെയിറ്റിനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു അവന്റെ ജീവിത ലക്ഷ്യം. തന്റെ പോലീസ് സുഹൃത്തിൽ നിന്ന് വെയിറ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവരുമെന്ന് അവന് വിവരം ലഭിച്ചു. അതുകൊണ്ട് അയാൾ പ്രതികാരത്തിനായി തയ്യാറെടുക്കാൻ തുടങ്ങി. ആ പഴയ കാറിന് പുതിയ ബാറ്ററി വാങ്ങി, അത് കൃത്യമായി പ്രവർത്തിക്കാൻ. വെയിറ്റ് വിർജീനിയയിലെ ഒരു ജയിലിൽ നിന്നാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. അതിനാൽ ഡുവൈറ്റിനും അവിടേക്ക് പോകേണ്ടിവരും. അതിനായി അയാൾ ഒരു തോക്ക് കടയിൽ പോയി. പക്ഷെ അവിടെ തോക്കുകൾക്ക് വളരെ ഉയർന്ന വിലയായിരുന്നതിനാൽ അവനൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ അയാൾ മറ്റൊരു വഴി കണ്ടെത്തി. എവിടെയെങ്കിലും തോക്ക് കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ പാർക്കിംഗ് ഏരിയയിലെ കാറുകളുടെ ചില്ലുകൾ തകർക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവനൊരു തോക്ക് കിട്ടിയെങ്കിലും അതിന്റെ ട്രിഗറിൽ ലോക്കുണ്ടായിരുന്നു. ആ ലോക്ക് തകർക്കാൻ ഡുവൈറ്റ് വീണ്ടും ശ്രമിച്ചു. പക്ഷെ ലോക്ക് തകർക്കുന്നതിനിടയിൽ അവൻ ആ തോക്ക് പൂർണ്ണമായും തകർത്തു. അപ്പോൾ അവൻ ചിന്തിച്ചു, തോക്ക് വേണ്ട, സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അവനെ കൊല്ലും. അങ്ങനെ തോക്കില്ലാതെ തന്നെ അവൻ വിർജീനിയയിലേക്ക് യാത്രയായി. അവിടെ എത്തി അവൻ ജയിലിന് പുറത്ത് കാത്തുനിന്നു. വെയിറ്റ് എപ്പോൾ പുറത്തുവരുമെന്നും എങ്ങോട്ട് പോകുമെന്നും അറിയാൻ. കുറച്ചു സമയത്തിന് ശേഷം ഒരു ലിമോസിൻ ജയിലിന്റെ ഗേറ്റിൽ വന്നു. വെയിറ്റ് പുറത്തുവന്നു. വെയിറ്റിന്റെ കുടുംബം അവനെ കണ്ടതിൽ വളരെ സന്തോഷിച്ചു. എല്ലാവരും അവനെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടപ്പോൾ ഡുവൈറ്റ് കരഞ്ഞുപോയി. തന്റെ മാതാപിതാക്കളെ തട്ടിയെടുത്തവൻ ഇപ്പോൾ അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുകയാണ്. അവരവിടെ നിന്ന് പോയപ്പോൾ ഡുവൈറ്റ് അവരെ പിന്തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെയിറ്റിന്റെ കുടുംബം കുറച്ച് ആഘോഷത്തിനായി ഒരു ബാറിൽ കയറി. വെയിറ്റ് ദേഷ്യത്തോടെ പിന്നിലൂടെ ബാറിനുള്ളിൽ കടന്നു. വേഗം തന്നെ ബാത്റൂമിൽ ഒളിച്ചു. വെയിറ്റ് ഒറ്റയ്ക്ക് അകത്തേക്ക് വരാൻ അവൻ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെയിറ്റ് അകത്തേക്ക് വന്നതും ഡുവൈറ്റ് ഉടൻ തന്നെ പുറത്തിറങ്ങി ആദ്യം വെയിറ്റിന്റെ കഴുത്തിൽ ആക്രമിച്ചു. പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് വെയിറ്റ് രക്ഷപ്പെട്ടു. ഡുവൈറ്റിന് നേരെ വെയിറ്റ് തുടർച്ചയായ ആക്രമണങ്ങൾ തുടങ്ങി. എങ്കിലും ഡുവൈറ്റ് പിന്മാറിയില്ല. അവൻ വീണ്ടും ആക്രമിച്ചു. ഇത്തവണ വെയിറ്റിന്റെ നെറ്റിയിൽ കത്തി കുത്തിയിറക്കി. വെയിറ്റ് തറയിൽ വീണു. അവന്റെ അവസാന ശ്വാസം മാത്രം ബാക്കിയുണ്ടായിരുന്നു. അവന്റെ മരണം ഉറപ്പായപ്പോൾ ഡുവൈറ്റ് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ